മലപ്പുറത്ത് ഇവിടെ നമ്മളൊരു ഫുട്ബോൾ മാച്ച് അയ്യാറിലിടാൻ വന്നത്. സ്റ്റേഡിയത്തിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അറിയുന്നത് ആൾക്കാർ കൂടുതലായിട്ട് സിഗ്നൽ ജാം ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും റേഞ്ച് കിട്ടൂല. വിചാരിച്ച പോലെ അല്ല കേട്ടോ, ആളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മലപ്പുറത്താന്നുള്ളത്. മലപ്പുറത്ത് ഇവിടെ നമ്മളൊരു ഫുട്ബോൾ മാച്ച് അയ്യാറിലിടാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ടാകുമ്പോൾ സ്റ്റേഡിയത്തിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അറിയുന്നത് ആൾക്കാർ കൂടുതലായിട്ട് സിഗ്നൽ ജാം ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും റേഞ്ച് കിട്ടൂല. എയർടെലിന് റേഞ്ച് ഇല്ല, ജിയോക്ക് റേഞ്ച് ഇല്ല, BSNL പിന്നെ എന്തായാലും ഉണ്ടാവില്ല. അപ്പം അയ്യാറിൽ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പരിപാടി മൊത്തം വ്ളോഗ് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നേരെ ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ പോകാൻ പോയത്. ഇവിടെ ചെറിയൊരു ഫുട്ബോൾ മാച്ച്. പിന്നെ വേറെ കാര്യം, ഇവിടെ പാടാ ഇവിടെ ചെറിയ 2-3 പിള്ളേർ വന്നത്. പിള്ളേരില്ലേ, ഞാൻ കാര്യം പറയല, ഇങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ പിള്ളേരാ, പക്ഷെ ഇവര് വാടാ താ നിങ്ങളെ സാധനം എവിടെ, നിങ്ങളെ പ്രൊഡക്റ്റ് എവിടെ, എടുത്ത എടാ ഇങ്ങനെ എടാ ഇത് കണ്ടോ, ഇത് ഇപ്പൊ നമുക്ക് പിള്ളേർ കൊണ്ടു തന്നത്. എന്താ ഇതിന്റെ എന്താ വയ്ക്കുക, സ്കൂസോ എന്ന് പറഞ്ഞിട്ട് ഒരു ഷൂ ക്ലീനിങ് ഫോം. പിള്ളേർ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഇത് ബിസിനസ് തുടങ്ങിയത്. മനസ്സിലായി? എന്താ നിന്റെ പേരെന്താ? ജസിൻ. നിന്റെ പേര്? നീ? ആശിക്ക്. അപ്പൊ ഇവനുണ്ടോ പാർട്ട്ണറാ ബിസിനസ്സിൽ? എടാ ഞാൻ പറയാം, ഇങ്ങനത്തെ പറഞ്ഞാൽ പോലെ ചെറിയ പിള്ളേരുടെ മൈൻഡിൽ ഇങ്ങനത്തെ ബിസിനസ് ഐഡിയാസ് എന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ, കാര്യം പറയല. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ടു സ്കൂസോ. ഇനി പേജ് ഉണ്ടാവും. ആ പേജ് ഞാൻ പറ്റുമെങ്കിൽ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് ഓർപ്പിച്ചാൽ മതി. അവിടെ നീ ഒന്ന് ഓർപ്പിക്കണം, നീ എല്ലാം എഡിറ്റ് ചെയ്യുന്നത് ഓർപ്പിക്കണം, താഴെ ലിങ്ക് ഇടണം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ സ്റ്റാർട്ടപ്പ്. അപ്പൊ കഴിച്ച് നമ്മൾ നേരെ ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതേപോലെ നമ്മളെ അതിൽ തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ ലേറ്റിൽ. ഇതാരാ? അസ്സലാമലൈക്കും. സുഖല്ല? നിങ്ങള് പരിപാടി ഓർഗനൈസറാ? അല്ലല്ല, പിന്നെ ആണോ? ആ അതന്നെ ഓർഗനൈസർ ആണോ? അപ്പൊ ഇതാരാ വീടാ? ആണോ? നിങ്ങളെ ജ്യേഷ്ഠനോ മോൻ്റെ? അപ്പൊ നിങ്ങൾ ഫാമിലി ആയിട്ട് നടത്തുന്ന പ്രോഗ്രാം ഏത്? പിന്നെ എന്തൊക്കെയാ എൻ്റെ പേര്? അപ്പം മമ്മദ്ക്കാണ് ഇവിടുത്തെ പരിപാടികളെല്ലാം നോക്കുന്നു തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ സുഖല്ല? അതെ പരിപാടി. എടാ ഷൂ ഒന്ന് എടുത്തരുമോ? ഞാൻ ഇതിലല്ലേ കയറണ്ടേ? ആരൊക്കെ ഇതിൽ കയറുന്നേ? ഗൈസ് 3 വണ്ടിയുണ്ട്, 2 ഫോർച്യൂണറും 1 ബെൻസും. അപ്പം ഞാൻ ബെൻസിൽ കയറുന്നില്ല നല്ലത്. അതോ ഞാൻ ഫോർച്യൂണർ കയറണോ? നമ്മൾ പരിപാടിക്ക് കയറാൻ പോകുന്ന. അപ്പം ഗൈസ് ഷൂ ഇട്ടിട്ട് നേരെ നമ്മൾ പരിപാടിയിലേക്ക് പോയത്. ഒരു സെക്കൻഡ്, ഇതാരാ? അസ്സലാമലൈക്കും. ഇതാര്? ആണോ? ആയോ സമയമായോ? പോകാൻ പറഞ്ഞോ? ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ. ആ സെറ്റല്ലേ? അപ്പൊ ഇൻഷാല്ലാ പരിപാടി നമ്മള് നാളെ ഇവിടെ ഉണ്ട്. ഇവിടെ പരിപാടി നാളെ ഉണ്ട് മലപ്പുറത്തുണ്ട്. ഇല്ല നമ്മൾ നേരെ പോവാ, അവിടെ നേരെ പോവാ. സാധനമെല്ലാം എടുത്തു. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. ഇല്ല. അപ്പൊ ഗൈസ് ലെറ്റ്സ് ഗോ. അതാ അതും ഇതും. എടാ 3 വണ്ടി എടുക്കുന്നില്ലേ? ബൈക്കാ? ടാറ്റാ. ഞാൻ എടുത്തട്ടെ. നേരെ പോയിട്ട് അതെ എന്തല്ല സുഖല്ല? സെറ്റ്. അസ്സലാമലൈക്കും. തുറക്കണോ? നമ്മള് വിചാരിച്ച പോലെ അല്ല കേട്ടോ, ആളുണ്ടല്ലോ. അസ്സലാമലൈക്കും. നേരെ അതിന് മുന്നിക്കോ.
നേരെ കേറിക്കൂടാ ഗൈസ്. അപ്പൊ നമ്മള് ഇവിടെ പരിപാടി കയറിയിട്ടുള്ളത് ഈ മൈക്കൊന്ന് കൈ പിടിക്കാം. എനക്കൊന്ന് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മൈക്ക് കയ്യിൽ നിന്ന് പോകും. അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു ഗൈസ്. അപ്പൊ നമ്മള് മലപ്പുറത്തെ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുള്ളത്. എനിവേസ് അപ്പൊ നമ്മള് ഇത് മിക്കവാറും വ്ളോഗ് ഇടുമായിരിക്കും. നമ്മളെല്ലാ പരിപാടിക്കും ഒന്നും വ്ളോഗ് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് ചിലപ്പോഴും ചിലപ്പോഴും വാട്ടവർ. ഇതാരാ ഗൈസ്. അപ്പൊ പരിപാടിക്ക് റാംബോ വന്ന് എടുത്ത കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഫ്രണ്ടിൽ തന്നെ വന്നിട്ട് റാംബോ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അപ്പൊ സ്റ്റേജിൽ കയറി രണ്ടു വാക്ക് സംസാരിച്ചിട്ട് നമ്മൾ ഇറങ്ങും പെട്ടെന്ന് തന്നെ. നോക്കാം. ഈ സ്റ്റേഡിയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാവരും ഗംഭീരമായ കൈയടി. സന്തോഷമുണ്ട്. എല്ലാവരുമുണ്ട്. നമ്മുടെ മമ്മൂണ്ട്. മമ്മൂനൊരു കൈയടി ഉണ്ട്. റാമൂന് കൈയടി. ആദിവിന് കൈയടി. മനസ്സിലായി. ഓക്കെ, അപ്പൊ അതെ എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ആദിൽ എല്ലാവരും ജൂനു സ്നേഹപൂർവ്വം നമ്മുടെ ടീമിന് പൊട്ടിത്തെറിക്കട്ടെ സ്റ്റേഡിയം കൈയടികളോടുകൂടെ. കളികളുടെ ആവേശമായി മാറിക്കൊണ്ടിരിക്കുന്ന യൂത്ത്സിന്റെ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് നിഹാദ് എന്ന തൊപ്പി. ഞാൻ ഫൈവ്സിന്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്. എന്താ സംഭവം? ഇത് വേൾഡ് കപ്പാണ്. ഫൈവ്സിന്റെ വേൾഡ് കപ്പ്. അതാ ഞാൻ ഫൈവ്സ് ടൂർണമെന്റ് എന്ന് ഇത് വേൾഡ് കപ്പ് പോലെ ഉള്ളത് കാണുമ്പോ ഞാൻ ഇത്രയും ആളുള്ളൊരു ഫുട്ബോൾ മാച്ച് ആദ്യമായിട്ടായിരുന്നു. നമ്മളായിട്ട് ഫുട്ബോൾ മാച്ച് അധികം ഇല്ലാത്തോണ്ടാന്ന് അറിയില്ല. പക്ഷെ മലപ്പുറത്തിനെ സംബന്ധിച്ച് ഇത് കുറവാന്ന് തോന്നില്ല. മലപ്പുറത്തിനാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് ലഹരിയാണ്. അതെ. എന്തായാലും ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ IRL ലൈവ് ഇടാൻ വേണ്ടിട്ട് പുറത്തുനിന്ന് ലൈവിന് വേണ്ടിട്ട് ഡിവൈസ് ഓണാക്കുമ്പോഴേക്ക് 3 സിമ്മിന്റെയും സിഗ്നൽ ജാമായിട്ടുള്ളത്. കാരണം ആൾക്കാർ കൂടിയിരിക്കുന്ന സ്ഥലത്ത് സിഗ്നൽ കിട്ടൂല. മനസ്സിലായി? ഞാൻ ഇതുവരെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ലൈവ് ഇടാൻ വേണ്ടി സിഗ്നൽ കിട്ടുന്നില്ല. 3 സിമ്മിലും സിഗ്നൽ ഇല്ല. അപ്പൊ എന്തായാലും നമ്മൾ വ്ളോഗ് എടുക്കുന്നുണ്ട്. നമ്മുടെ വ്ളോഗിന് വേണ്ടിട്ട് മലപ്പുറത്തെ ഫുട്ബോൾ ഒരു പവർ നമുക്കത് യൂട്യൂബ് ഓഡിയൻസിന് കാണിച്ചു കൊടുക്കാം. ഞാൻ 1 2 3 പറയുമ്പോൾ എല്ലാവരും ആവേശമാണ്. ബിഗ് ഷൗട്ട് ഔട്ട് KDS ടീം നമ്മളെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരും. ഓക്കെ, ഞാൻ 1 2 3 പറയുമ്പോ ഇത് യൂട്യൂബ് വ്ളോഗിനൊക്കെ വേണ്ടിട്ടാണ്. 1 2 3 പറയുമ്പോ എല്ലാവരും ആവേശം പറയണം. 1 2 3 ലെറ്റ്സ് ഗോ. This is Malappuram. Let's go, baby. ഗ്ലാസ് വെക്കേണ്ട എന്തോ നിങ്ങളാ അവന്റെ ആഗ്രഹം തീർത്തോട്ട്. ഇന്നാന്നല്ലേ മാച്ച് നടക്കുന്നത്? ഇന്ന് നമ്മുടെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ മാച്ച് തുടങ്ങിയാണ്. ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ? ഫുട്ബോൾ ഞാൻ അങ്ങനെ പ്രൊഫഷണൽ അല്ല. കളിക്കുന്നില്ലേ? കളിക്കും. ശരിക്കും ഏതെങ്കിലും ടീമിനോട് അത്ര പ്രിയമുണ്ടോ? ഫുട്ബോൾ ക്ലബോ? മെസ്സിന്റെ ടീമോ? ഞാൻ മെസ്സി
അല്ല റൊണാൾഡോ ഫാൻസ് വിഷമിക്കരുത്, എല്ലാരും. അതെ, റൊണാൾഡോന് ഇഷ്ടക്കുറവൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മെസ്സി അത് ഗോട്ട്, അതറിയാലോ. ഇപ്പൊ തെറിവിളി വരുന്നുണ്ട്, അവിടെ നിന്നിലേക്ക് തെറിവിളി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാ പരിപാടിയെല്ലാം ഗംഭീരമായിട്ട് നടക്കട്ടെ. ആദ്യത്തെ മാച്ച് തന്നെ ഞാൻ ഉദ്ഘാടനം ചെയ്യുമല്ലേ, അല്ലേ? ആണോ? ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ശരിക്ക് ഇവിടെ നല്ല ജനങ്ങളായി പോയി, അല്ലെങ്കിൽ ഒരു കിക്ക് എടുത്ത് പോസ്റ്റിലേക്ക് തട്ടിയിട്ടായിരുന്നു ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടുന്ന് പറ്റൂലല്ലോ. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. ഓക്കെ. അപ്പൊ KDS-ന്റെ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് ഒഫീഷ്യലി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അപ്പൊ അടിപൊളിയാട്ടെ. ഗ്യാങ് മെമ്പേഴ്സ് ആരെങ്കിലും സംസാരിക്കണോ? മമ്മു സംസാരിക്കാൻ എല്ലാവരും പറയുന്നില്ല, ആണോ? ശരിക്കും മമ്മു എന്നോട് ആദ്യം പറഞ്ഞ എന്താ അറിയോ, നമ്മള് കഴിഞ്ഞ പ്രോഗ്രാമിൽ കണ്ടപ്പോ പറഞ്ഞ അതുപോലെ എന്നെ ദയവേറ്റ് വിളിക്കരുതേ. പക്ഷെ കീശേരിക്കാരെ മമ്മു സംസാരിക്കണം എന്നുള്ളവരൊന്ന് കൈയിടിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ മമ്മു അവരുടെ സുഖല്ലേ? ആദ്യമായിട്ടാണ് മലപ്പുറത്ത് വരുന്നത്. അല്ല, നമ്മളെല്ലാരും ആദ്യമായിട്ടല്ല, മലപ്പുറല്ലേ? ആണ് മലപ്പുറത്ത് ആദ്യമായിട്ടല്ല, പക്ഷെ കീശേരിയിൽ ആദ്യമായിട്ടാ. റെഡി മമ്മ കുറച്ച് ഫ്രണ്ടിലേക്ക്. ഫുട്ബോളിനെ പറ്റിയ രണ്ടു വാർത്ത എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. മമ്മു ഏത് ടീമിന്റെ ആരാധകനാണ്, അല്ലെ? ആഗ്രഹിക്കുന്നുണ്ടോ? മമ്മു മെസ്സിയ? അങ്ങനെയൊന്നുമില്ല അല്ലേ? ഫുട്ബോളാ? അർജന്റീന. ഞാനും മെസ്സി ഫാനാണ്. ഷമീറിനോട് അങ്ങനെ ആയിപ്പോയി. അപ്പൊ അടുത്ത രണ്ടു അങ്ങോട്ട് ആരെ വിളിക്കുന്നത്? ഒരു കാര്യം ഷെമീന് സ്നേഹപൂർവ്വം ഷെമി അസാധ്യ സ്നേഹം കേട്ടിട്ടുണ്ട്. ഷമീർ ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, ഷമീറിന്റെ പേര് ഒരാളൊരു അക്ഷരം ഒരു കാര്യം ഷെമീൻ ഒരു കൈ എല്ലാവരും ചേർന്നാൽ രണ്ടു വാക്ക് നമ്മോട് ഷെമി സംസാരിക്കാൻ പോവുകയാണ്. വെൽക്കം ഷെമി. എന്ത് സംസാരിക്കണം എന്നാ ഒരു പ്രശ്നമല്ലേ? ആൾക്കാരെ കാണുമ്പോ ഒരു പേടിയില്ല. എന്തെല്ലാം സുഖല്ലേ എല്ലാവർക്കും? നമ്മള് മെസ്സി ഫാനൊന്നല്ല, നമ്മള് റൊണാൾഡോ. ഇവിടുത്തെ ജനങ്ങളെ കണ്ടിട്ട് എന്താ പറയാനുള്ളത്? ഇതൊരു ഫൈവ്സിന്റെ ഗ്രൗണ്ടാണ്, എന്താ പറയുന്നത്? ഇത് കണ്ടിട്ട് ഫൈവ്സിന്റെ തോന്നുന്നില്ല, കാരണം അത്രയും ആൾക്കാരുണ്ട് ഇവിടെ. മലപ്പുറത്തിന്റെ പല അല്ല, ഇതിപ്പം ഇത് എവിടുന്നാണ് ഇപ്പൊ ഫുട്ബോൾ കളിക്കുക? ഫുട്ബോൾ കളിക്കുന്ന സ്ഥലം അല്ല, അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്ന പോലെയില്ല. ഇനി നിങ്ങൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുത്തുന്നാണ് ഇപ്പൊ സംഘാടകർ ആലോചിച്ച് നിൽക്കുന്നത്, അല്ലേ? കമ്മിറ്റിക്കാർ ആ ഒരു ടെൻഷനിലാണ്. എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഇവിടെയാണ് ഗ്രൗണ്ട്. ഇവിടെ തന്നെ ഗ്രൗണ്ട്, ഇതാണ് ഗ്രൗണ്ട്, ഇവിടെയാണ് കളി നടക്കേണ്ടത്. ഇപ്പൊ തൊപ്പി ടീമിന്റെ കളിയാണ് ഇപ്പൊ നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം വൈബ്സിലെ ഞങ്ങളുടെ ആദ്യത്തെ ഉദ്ഘാടന ടീമിനെ വിളിക്കാൻ. മലപ്പുറത്ത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇത്ര ആൾക്കാർ വന്നതിൽ എനിക്ക് ഒരു അതിശയവും തോന്നുന്നില്ല. കാരണം വേറെ എവിടെ പോയാലും ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് മലപ്പുറമാണ്, മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ്. ഒരു വ്യത്യാസമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും തോന്നില്ല. പിന്നെ അത് കണക്ക് KDS ക്ലബ്ബ് അവരെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ വിളിച്ച് ഇന്നത്തെ പുതുതലമുറ പല ഫുട്ബോളാണ് ലഹരി എന്നും പറഞ്ഞ് അവരിവിടെ പിടിച്ചേർത്ത് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി, താങ്ക് യു. ആദ്യം സംസാരിക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണോ? ആദ്യം കുതുങ്ങിയാണ്, സംസാരിക്കൂല. സുഖല്ലേ? ഒഴിവാക്കാൻ പറയാൻ ഫുട്ബോളിനെ ഇവിടുത്തെ ഇവര് പറഞ്ഞ പാട്ട് പാടാൻ കഴിവുള്ള കലാകാരന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ പോലെ അല്ല. അപ്പം ഇഷാമിയുടെ പാട്ട് പാടും, നമ്മൾ പാടും, ഡാൻസ് കളിക്കാം, അല്ല അങ്ങനെ ചെയ്യാലോ.
വലിയൊരു കയ്യടി. അല്ല, പാട്ട് പാടാൻ അറിയാത്ത നമുക്ക് കയ്യടിയും ഇത്രയും കഴിവുള്ള കലാകാരന് കയ്യടി ഇല്ലാടുക്കുന്നത് ശരിയല്ല, അത് മോശമാണ്. എല്ലാരും ഓക്കെ, എന്തായാലും ഇത്രയും സമയം നമ്മളെ കോപ്രായം കണ്ടവർക്ക് താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മള് കുറച്ചുകൂടെ ഉണ്ടാവില്ല, നമ്മള് ചിലപ്പോ ഓഡിയൻസിന്റെ ഇടയിൽ നമ്മൾ ഉണ്ടാവും. ഇരിക്കാൻ പറ്റുമോ ഇരിക്കും, കളി കാണാൻ ഇവിടെ നിൽക്കണോ? കളി കാണാൻ ഇരിക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല. കാരണം ഇതിന്റെ ഇടയിൽ ഇരുന്ന് കഴിഞ്ഞാല് അവിടെ കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കാനും ഇതാക്കാനും എല്ലാരും ഒരുമിച്ച് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഓഡിയൻസിന്റെ ലൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓൺ ആക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു സെൽഫി എടുക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മള് പോവാണ്. അപ്പം വന്ന എല്ലാവർക്കും താങ്ക് യു. നമുക്ക് വേണ്ടി കൈയടിച്ചവർക്കും ഇത്ര സമയം നിന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മള് പോവാൻ കേട്ടോ. ലാസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് പോവാം. എല്ലാവരും ചേർന്നൊരു കൈയടി. എടാ മുത്തേ, മലപ്പുറത്ത് ഇവിടെ ലൈവ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. നോക്കുമ്പോഴേക്ക് ആൾക്കാർ കാരണം സിഗ്നല് ജാമായി, ലൈവ് ഇടാൻ പറ്റുന്നില്ല. റിയലി സോറി ഗൈസ്, ഞാൻ എല്ലാ ദിവസവും ലൈവ് വരാന്ന് പ്രോമിസ് ചെയ്തിരുന്നു. എന്തായാലും ഇനി നാളെ ലൈവ് വരാം. ഇന്ന് എന്തായാലും ഈ ക്രൗണ്ട് അടക്കം ലൈവ് ഇടാൻ പറ്റൂല. വേറെ ഒന്നും വിചാരിക്കുന്നത്, സിഗ്നൽ ജാം ആയതുകൊണ്ട്. അപ്പൊ നാളെ കാണാം. ബൈ ഗൈസ്, സീ യു. അപ്പൊ താങ്ക് യു ഗൈസ്, ബൈ ബൈ, ഗുഡ് നൈറ്റ് എവരിബഡി, എൻജോയ് ദ മാച്ച്. ബിഗ് ഷൗട്ട് ഔട്ട് റഹ്മാൻ ബ്രോ, ഇത്ര സമയം നമ്മൾ ഹോസ്റ്റ് ചെയ്തതിന് താങ്ക് യു. സീ യു. നമുക്കൊരു സെൽഫി കൂടെ എടുക്കാം. കഴിയാന്നില്ല. മത്സരം ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രമേ താങ്ക് യു. അറിയില്ല. ഒരു ചെറിയ അയ്യോ കൈ ടീമിനെ നമ്മ അറിയുന്നോ? എന്തൊരു മുതുങ്ങി നാണം കെട്ടിട്ട് അത് ഉള്ളത്. പോട്ടാ, ആ അടിപൊളിയായിരുന്നു. സുഖം. പോട്ടാ. ഇവിടുന്നോ? ഇക്ക ഇവിടെ മൊത്തം ഇടങ്ങാറായിട്ടല്ലേ ഉള്ളത്. നിങ്ങളെ കാലം നോക്കണേ. ആ ഒരു മിനിറ്റ്, ഇവിടെ നിർത്താൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ അവരും അറിയുന്ന അവരോടൊന്ന് ചോദിക്കാം. ഇറങ്ങിയ പ്രശ്നമാവോ എനിക്ക് അറിയില്ല. ആൾക്കാരുണ്ട് പ്ലീസ്. ഞാൻ എടുത്തരാം, ഞാൻ പ്രോപ്പറായിട്ട് എടുത്തരാം. ആ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാ പോന്നാ. ഹായ് ഹായ്, സുഖല്ല? ആ എടുക്കാം. ഹായ്, ശരി, ബൈ, ബൈ. പോന്നാ? ആണോ? എടാ മുത്ത തിരക്കാടാ, പോയിട്ട് തിരക്കാം. എടാ മുത്ത പോയിട്ട് പണിയുണ്ടോ? ഗ്യാങ് കയറ്റാനോ? ഇവര് ഗ്യാങ് കയറ്റണം പോലെടാ മുത്ത. എടാ നമുക്ക് എന്തെങ്കിലും നോക്കാം. ഗ്യാങ് കയറ്റാൻ പറ്റണോ? ഗ്യാങ് ഫുള്ളാ. ഗസ്റ്റ് ആയിട്ട് വന്നോ? അല്ല ഗസ്റ്റ് ആയിട്ട് വന്നോ? ആ എന്നെ ഗ്യാങ് കയറ്റൊന്നും ഓടി അല്ല. ഇതാ ഷെയ്ഖിന്റെ ജീവിതാഭിലാഷല്ലോ ചോദിച്ചത് ഇപ്പൊ. എന്ത് ഗ്യാങ് കയറല്? ഷെയ്ക്ക് രാത്രി 3 മണിക്കല്ല എന്നെ വിളിക്കുമല്ലോ. അതെ, ഇത്ര കാലമായിടാവുന്നല്ലോ. ഞാനാടാ മറ്റേ നിലം തുടച്ചിട്ടും അടിച്ചുവാരലും എല്ലാ പണിയും ചെയ്യാം. എല്ലാ അലക്കലും എല്ലാ പണിയും ഞാൻ ചെയ്യാം. ഒന്ന് നോക്കടാ, എത്ര കാലമായിടാ ഞാൻ പറയുന്നത്. എടാ ഒന്ന് ഫ്ലാഷ് അടിച്ചു കൊടുത്തേ, ലൈറ്റ് ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ ഷെയ്ഖിൻ്റെ വീട്ടിലേക്ക് പോയത്. ഓക്കെ, ഷെയ്ഖിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഇവിടുന്ന് ഇവരെ ആദ്യം ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ ഷെയ്ഖിൻ്റെ വീട്ടിലേക്ക് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നേരെ നാട്ടിലേക്ക്. പ്ലാൻ ചെയ്യാ. എന്താടാ കുഞ്ഞിപ്പണ്ണ? ഇതാ ഇവനിന്ന് വ്ളോഗിൽ കാണിച്ചില്ലല്ലോ. ഇന്ന് സ്റ്റേജിൽ നിന്ന് മൈക്ക് കൊടുത്ത് ഒരുത്തൻ്റെ കയ്യിൽ. എന്തിനാ കൊടുത്തത്? ഞാൻ അയാളോട് ആദ്യം പറഞ്ഞു ഇവൻ്റെ കയ്യിൽ മൈക്ക് കൊടുക്കരുത്, കാരണം ഇവനൊരു ബുദ്ധിങ്ങിയാന്ന്. എല്ലാവർക്കും അറിയുന്നത് ഇവനൊരു പര ബുദ്ധിങ്ങിയാണ്. ഇവൻ്റെ കയ്യിൽ മൈക്ക് കൊടുത്തിട്ട്
സംസാരിച്ചിന് അതിന് ഞാന് എന്തോ രണ്ടു വാക്ക് എടാ കുര്യാക്കോസിന് മൈക്ക് കൊടുക്കണായിരുന്നു. കുര്യാക്കോസ് സൂയി അടിക്കും. അത് ചെയ്യായിരുന്നു അല്ലേ? അപ്പൊ അസ്സലാമലൈക്കും. സുഖല്ലേ? തെറ്റല്ല. അപ്പൊ ഇൻഷാല്ലാ കാണാം. അപ്പൊ ഗൈസ് നമ്മൾ നേരെ ഇതാരാ? ഹായ് ഗൈസ്, നിങ്ങളെ വീടാ ഇത്? നിങ്ങളെ വീടാ? ഇവരെ വീട്ടിലാട്ടോ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ വീട്ടമ്മമാര്, 3 ആൾക്കാരുണ്ട്. ഹായ്, എന്താ മോളെ? എന്താ പറഞ്ഞ? ഉപ്പയാണോ? പിന്നെ അപ്പോൾ നമുക്ക് വ്ളോഗ് എൻ്റെ ചെയ്യല്ലേ. അപ്പോൾ കഴിച്ച് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇവിടെ കിഴിശ്ശേരി നമ്മൾ തിരിച്ചു പോകാൻ പോയത്. നമ്മൾ ഷെയ്ക്കുന്ന നാട്ടിലേക്ക് ആദ്യം പോകും, എന്നിട്ട് നേരെ കൊച്ചിയിലേക്ക്. അതാണ് പ്ലാന്. എങ്ങനെയുണ്ട് ഫുഡെല്ലാം? എങ്ങനെയാ പുരിയ? 2 വാക്ക്. അപ്പോൾ കഴിച്ച് അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പം ചിലപ്പോൾ ഷെയ്ക്കിൻ്റെ വീട്ടിൽ പോയിട്ട് ബാക്കി വ്ളോഗ് എടുക്കുമല്ലോ, ചിലപ്പം ബാക്കി ഉണ്ടാവും, അല്ലെങ്കിൽ ബാക്കി ഉണ്ടാവില്ല. ബൈ ഗൈസ്, സീ യു. അപ്പോൾ കഴിച്ച് നമ്മൾ കിഴിശ്ശേരിനോട് ഗുഡ് ബൈ പറയാമെന്ന്. അപ്പോൾ നമ്മൾ ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോയെന്ന്. ഇവിടെ കുറേ ആൾക്കാർ. ആരാണ്? എന്താ പേര്? ഹലോ, എന്താ പേരെന്താ? അഫ്രീദ്. എൻ്റെ പേര് അസ്മിൽ. സുഖമല്ല? ഓക്കെ, അപ്പം നമ്മളിവിടുന്ന് പോകാൻ പോയത്. എല്ലാവരോടും ഒരു ബൈ പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, പോന്നാ ബൈ. ഇൻഷാ അല്ലാ.